നമസ്കാരം. ഭാവിയുടെ ബഹിരാകാശ പര്യവേക്ഷണത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന വിപ്ലവകരമായ ഒരു സാങ്കേതികവിദ്യയുടെ പണിപ്പുരയിലാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ. റോസറ്റം ട്രോയിറ്റ്സ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത പ്ലാസ്മ പ്രൊപ്പൽഷൻ സിസ്റ്റം നിലവിലെ ബഹിരാകാശ യാത്രയുടെ വേഗതയെയും ദൂരത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ യാഥാർത്ഥ്യമായാൽ ചൊവ്വയിലേക്കുള്ള ദീർഘദൂര യാത്ര മാസങ്ങളിൽ നിന്ന് ദിവസങ്ങളിലേക്ക് ചുരുങ്ങും. നിലവിലെ രാസ ഇന്ധന എഞ്ചിനുകളുടെ പരിമിതികളെ മറികടന്ന് പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി ഇതിനെ കണക്കാക്കാം. പരമ്പരാഗത റോക്കറ്റ് എഞ്ചിനുകളിൽ ഇന്ധനം കത്തുന്നതിലൂടെ ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് തള്ളൽ അഥവാ ത്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത്തരം എഞ്ചിനുകളിൽ പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടുന്ന വേഗത സെക്കൻഡിൽ ഏകദേശം 4.5 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ ട്രോയിറ്റ്സ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിക്കുന്ന പുതിയ പ്ലാസ്മ എഞ്ചിനിൽ വൈദ്യുതകാന്തിക മണ്ഡലം ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യപ്പെട്ട കണങ്ങളെ ത്വരിതപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ സെക്കൻഡിൽ 100 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുവാൻ പ്ലാസ്മ എഞ്ചിനുകൾക്ക് സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള കാന്തിക പ്ലാസ്മ ആക്സിലേറ്റർ വഴി ഉയർന്ന വോൾട്ടേജ് ഉപയോഗിച്ച് അയണൈസ്ഡ് കണങ്ങളെ പുറന്തള്ളുന്നതിലൂടെയാണ് അതിശക്തമായ തള്ളൽ അനുഭവപ്പെടുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഗുണഫലം ചൊവ്വയിലേക്കുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. നിലവിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചൊവ്വയിലെത്തുവാൻ വർഷങ്ങളെടുക്കുമെങ്കിൽ പ്ലാസ്മ എഞ്ചിൻ ഉപയോഗിച്ചാൽ അത് 30 മുതൽ 60 ദിവസത്തിനുള്ളിൽ സാധ്യമാകും. ബഹിരാകാശ യാത്രികർ ദീർഘകാലം കോസ്മിക് റേഡിയേഷൻ ഏൽക്കുന്നത് കുറയ്ക്കുവാനും ഇത് സഹായിക്കും. ഹൈഡ്രജൻ പോലെയുള്ള ഭാരം കുറഞ്ഞ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി പേടകത്തിൻ്റെ ഭാരം കുറയ്ക്കുവാനും എഞ്ചിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. 14 മീറ്റർ നീളമുള്ള വാക്വം ചേംബറിൽ നിലവിൽ ഈ എഞ്ചിൻ്റെ പ്രോട്ടോടൈപ്പ് പരീക്ഷണ ഘട്ടത്തിലാണ്. എങ്കിലും ഈ പദ്ധതിക്ക് മുന്നിൽ വളരെ വലിയ വെല്ലുവിളികൾ ഉണ്ട്. പ്ലാസ്മ എഞ്ചിൻ പ്രവർത്തിക്കുവാൻ ആവശ്യമായ വലിയ അളവിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു ചെറിയ ആണവ നിലയം തന്നെ ബഹിരാകാശ പേടകത്തിൽ സജ്ജീകരിക്കേണ്ടി വരും. ഇത് സുരക്ഷാപരമായ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കൂടാതെ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിച്ചുയരാൻ ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് ഇപ്പോഴും പഴയ രാസ ഇന്ധന റോക്കറ്റുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അന്താരാഷ്ട്ര ശാസ്ത്ര സമൂഹം ഈ നേട്ടത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത തേടുന്നുണ്ട്. പരീക്ഷണ ഫലങ്ങൾ ഇതുവരെ അന്താരാഷ്ട്ര ജേർണലുകളിൽ പ്രസിദ്ധീകരിക്കാത്തതിനാൽ ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് സംശയങ്ങളും നിലനിൽക്കുന്നു. റഷ്യയുടെ ഈ പ്ലാസ്മ എഞ്ചിൻ പദ്ധതി 2030 പ്രായോഗികമായ പരീക്ഷണത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിദ്യ വിജയിച്ചാൽ അത് ഗ്രഹാനന്തര യാത്രകളുടെയും ചരക്ക് നീക്കങ്ങളുടെയും വേഗത വർദ്ധിപ്പിക്കും. മനുഷ്യൻ മറ്റ് ഗ്രഹങ്ങളിൽ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിലും ഈ ന്യൂക്ലിയർ ടഗുകൾ നിർണായകമാകും. ശാസ്ത്രീയമായ വെല്ലുവിളികളും സാങ്കേതികമായ സങ്കീർണതകളും ഉണ്ടെങ്കിലും പ്ലാസ്മ പ്രൊപ്പൽഷൻ സിസ്റ്റം ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.